Shake it up, shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Sona, Sona. Pump it up, and a little off that body. Pump it up, pump it up, pump it up. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. Sona, Sona. Pump it up, and a little off that body. Pump it up, pump it up, pump it up. Sona, Sona. Sona, Sona. Sona, Sona. നീ ഒന്നാം നമ്പർ അടിമുട്ടി വട്ടി വഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ കടമിഴിയിണയിൽ മലരണകല്ലേ മണിമുകിലല്ലേ കരിമുടി ഇഴകിൽ മറുപടി നീ ചൊല്ലൂ രംഗി രംഗില സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുട്ടി വട്ടി വഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെടുത്തു മിഴിമുന നെഞ്ചിൽ കൊണ്ടു കറുകറുത്തു ഞാൻ ചിരിമഴ നനയുമ്പോൾ വെളുവെളുത്തു പാടിവരും പാദസരം തേടിവരും കൈവളകൾ ഉൻകനവേ തെന്നിലവേ കൂടെ വരൂ നീ മദനശരം പോലെ വരാം മധുചഷകം ഞാൻ പകരാം ഒന്നിനീതിലേ വന്നാലെല്ലാം വേഗം ഞാൻ അസകുസലെ പെണ്ണെ രംഗി രംഗി രംഗീല സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുട്ടി വട്ടി വഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. സോനാ സോനാ Pump it up, and a little off that body. Pump it up, pump it up. Shake it up, baby, shake a little off that body. Shake it up, shake it up, shake it up. സോനാ സോനാ Pump it up, and a little off that body. Pump it up, pump it up, pump it up. ചെമ്പവിഴ ചുണ്ടിൽ മുത്തി ചൊക ചൊകന്നു ഞാൻ അന്നനട കണ്ടപ്പോൾ മതി മറന്നു ചെമ്പവിഴ ചുണ്ടിൽ മുത്തി ചൊക ചൊകന്നു ഞാൻ അന്നനട കണ്ടപ്പോൾ മതി മറന്നു ഏ പാടി വരും പാദസരം താളമിടും കൈവളകൾ ഉൻകനവേ തേന്നിലവേ കൂടെ വരൂ നീ കൈവിരലിൽ മോതിരമായി മെയ്പുണരും പൂന്തിരയായി മന്മദരഥമേറുമ്പോൾ മെയ്യോടു ചേരാം അസകുസലെ പെണ്ണെ രംഗി രംഗി രംഗീല സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുട്ടി വട്ടി വഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ നീ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ കടമിഴിയിണയിൽ മലരഴകല്ലേ മണിമുകിലല്ലേ കരിമുടി ഇഴകിൽ മറുപടി നീ ചൊല്ലൂ രംഗി രംഗില സോനാ സോനാ നീ ഒന്നാം നമ്പർ അടിമുട്ടി വട്ടി വഴകിൽ ഒന്നാം നമ്പർ സോനാ സോനാ ഞാൻ ഒന്നാം നമ്പർ പടയടി അടി പൊള്ളിയിൽ ഒന്നാം നമ്പർ സൂപ്പർ. പിന്നെ അറിയാലോ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വന്നാൽ പിന്നെ ഫായിസ് അടങ്ങിയിരിക്കില്ല. എങ്ങനെയുണ്ടായിരുന്നു? നിനക്ക് എന്താ തോന്നിയേ? ഇങ്ങനത്തെ പാട്ടൊന്നും ഫായിസ് അടങ്ങിയിരിക്കില്ല. ഇല്ല
ചൂട് പിടിച്ചിട്ടുള്ള സ്റ്റെപ്പ് നൈസ്, സൂപ്പർ ആയിരുന്നു. ഓക്കെ, ചോദിക്കാം. എം ജി സർ. ഫായിസേ സാർ വെച്ച് ഇങ്കി. കുറെ സംഭവങ്ങൾ അല്ല എനിക്ക് തന്നെ മനസ്സിലാവില്ല ഞാനെന്താ അന്ന് വായി വന്ന് വേറെ എന്തോ പറയാമെന്നത്. എന്താ പറയാമെന്ന് ഇങ്കി. ആ, നല്ല കിടുക്കാച്ചയായിട്ട് പാടി മോനെ. നല്ല അതായത് നല്ല ഗ്രിപ്പ് ഉണ്ടായിരുന്നു പാടുമ്പോൾ. അതാണ് വേണ്ടത്. ഈ അട്ടിപ്പൊട്ടി തട്ട ആ ഒരു ഗ്രിപ്പ് ഉണ്ടല്ലോ, അത് മെയിൻറ്റെയിൻ ചെയ്തത് ഓക്കെയാണ്, നന്നായിരുന്നു. പിന്നെ കോറസ് ബ്യൂട്ടിഫുൾ ആയിരുന്നു. മോള് പാടിയതും അതുപോലെ തന്നെ 3 മെയിൽ വോയിസും അവരും കട്ടയ്ക്ക് നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഓർക്കസ്ട്ര അവരതൊക്കെ മേലെ. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ മേളിലോട്ട് പോകുന്ന പോർഷനിൽ വിട്ടുകൊടുക്കരുത്. അതാ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ സെക്കൻഡ് ചരണം തുടക്കം പാടിയപ്പോഴും അത് കറക്റ്റായിട്ട് വന്നു. പിന്നെ ഈ മിഴിമുന നെഞ്ചിലില്ലേ, അത് വിട്ടുകൊടുക്കരുത്. നമ്മളെ ചത്താലും ശരി നമ്മളവിടെ എത്തിക്കും എന്നുള്ള സംഭവം. ഈ പ്രായത്തിലോ ഇല്ല, ശ്രുതി കുറച്ച് 2-3 സ്ഥലങ്ങളിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു കഴിഞ്ഞാൽ അണ്ണാച്ചി, ഞാൻ എന്തോ ആദ്യം പറഞ്ഞേ, അതാ ഇഞ്ചിയോ? ഇങ്കിയോ? അപ്പൊ സൂപ്പർ സ്റ്റാർ സീനിയറിൽ MG ഡിക്ഷണറി എന്ന് പറഞ്ഞൊരു കാറ്റഗറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്പ്രിഞ്ചി ഇങ്കി. ഇങ്കി. Okay. മക്കളെ ഇങ്കി ഇങ്കി. Thank you, നല്ല sir. രസമായിട്ട് പാടി. Okay, ഷാനിക്ക. ഫാഹിസേ അടിപൊളിയായിരുന്നടാ, കലക്കി. ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര വൈബായിരുന്നു. പിന്നെ ഫാഹിസിന്റെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവും. ഒറ്റയടിക്ക് നമ്മളെല്ലാവരുമായിട്ട് ആ ഫസ്റ്റ് പല്ലവി കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും പാട്ടിൽ ഇന്നാണ്. അതെ. അപ്പൊ ഫാഹിസിന്റെ ആ ഒരു സോങ് പ്രസന്റേഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര രസമാണ്. ഒറ്റയടിക്ക് നമ്മൾ പാട്ടിനകത്തേക്കാവും. പിന്നെ കോറസ് എല്ലാവരും കാലക്കിയിട്ടുണ്ട്. സ്പെഷ്യലി കീർത്തി അതിനകത്ത് എന്തോ പല്ലവിയുടെ ഇടയിൽ എന്തോ ഒരു സംഭവം പാടുന്നില്ല, ഒരു ഹമ്മിങ്. അത് പിടിച്ച് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പെഷ്യലി ഫായിസിന്റെ ഇടയിലൂടെ ആ ഒരു സംഭവം വരുമ്പോൾ അത് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കീർത്തി കലക്കിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ചുരുക്കം ചില ആക്ടേഴ്സേ ഉള്ളൂ പാടുന്നതും അത് അഭിനയിക്കുന്നതും. ആ കൂട്ടത്തിൽപ്പെട്ടൊരു മനുഷ്യനാണ് മണിച്ചേട്ടൻ. പാടുകയും ചെയ്യും, അത് തന്നെ അഭിനയിക്കുകയും ചെയ്യും. അത് വളരെ ചുരുക്കമല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അത് ഒരു വലിയൊരു സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോമ്പോസിഷൻ ഒരു അങ്ങേറ്റം ട്രെൻഡി ഒരു മോഡേൺ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഇതിന്റെ ട്യൂൺ എന്ന് പറയുന്നത് കുറെ ഒരു ഫോക്കിഷ് ലൈനിലൂടെ ഒക്കെ പോകുന്ന മണിച്ചേട്ടന്റെ ഒരു ഇതിലൂടെ പോകുന്ന ഒരു കോമ്പോസിഷനാണ്. അത് ഫായിസ് അടിപൊളിയാണ്, നല്ല എനർജി ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ആ ആക്ട് ഒക്കെ അടിപൊളിയായിരുന്നു. അത്ര ഓൾ ദ ബെസ്റ്റ്. Thank you, ഷാനിക്ക. ശരത് sir. എടാ ചക്കരെ, നല്ല എന്താ പറയണ്ട ഒരു ഗുമ്മുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കലാഭവൻ മണി പാണിയുടെ പാട്ടാണ്. അതൊന്നും എടുത്ത് പാടുക എന്ന് പറഞ്ഞ സത്യം മണിയുടെ പാട്ടെടുത്ത് പാടുന്ന ഒരു പണിയാണ്. അത് നീ മനസ്സിലാക്കുക. ഈ പ്രധാനമായിട്ട് ഈ മേളിലൊക്കെ പാടുമ്പോൾ അതെന്താണ് ഒരു ശ്രുതിയിൽ അവിടെ നിൽക്കാത്തത്? എനിക്ക് അതാണ് പ്രധാനമായിട്ട് തോന്നിയത്. ഈ 2 ചരണങ്ങൾ അത് മുകളിലാണല്ലോ. അദ്ദേഹം ഒരു ഭീകര പാട്ടുകാരനാണ്, വേച്ച അലക്കിക്കളെ. അത് എപ്പോൾ പാടിയാലും അത് നന്നാവുകയും ചെയ്യും. പിന്നെ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി പാട്ടൊന്നും വലിയ കുഴപ്പമില്ല. ആദ്യം മുതൽ ആ സോനൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു, അത് എനിക്ക് കുറേ ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കോറസ് ഇടിവെട്ട്, അതൊരു ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞേ. പാട്ട് ബെൻ ജോൺസ് എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് ദീപക് ദേവ് സാറാണ്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി സാർ. നമ്പൂതിരി സാർ. പാടിയിട്ടുള്ളത് മണിച്ചേട്ടൻ. ആരുമില്ലേ? മാൽഗുഡി ശുഭ. അത് പറയണ്ടേ, കണ്ടുപിടിക്കുന്നത് അത് മേളിലെങ്ങാണ്ടാന്ന് ഇവനും ഒന്ന് ആലോചിച്ചാണ്. പാട്ടിന്റെ കാര്യം ചോദിക്കുമ്പോഴൊക്കെ മേളിൽ നോക്കും, അല്ലാത്തപ്പോ ഒക്കെ അടിയലുവാ. നീ പാട്ട് ലുങ്കി ഇങ്കിടി കോമ്പറ്റീഷൻ ആയി തുടങ്ങിട്ടാ. അണ്ണാച്ചി കൂടെ കോമ്പറ്റീഷൻ. ഇത് കണക്ട് ചെയ്ത് പറഞ്ഞതല്ലോ. അല്ല ഇവനല്ല, യശിനെ കണക്ട് ചെയ്ത് പറഞ്ഞ ലുങ്കി ഇങ്കിടി. അല്ലല്ലോ, ഇതൊരു സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്ററാണ്. ലുങ്കി ഇങ്കിടി. പിന്നെ സോറി ചേച്ചി. ചേച്ചി കലക്കി അടിച്ച് പൊളിച്ചു. ഞാൻ ഇതിനു മുന്നേ ഫാഹിസിനോട് എനിക്ക് ആ ഓപ്പൺ ത്രോട്ട് സിംഗിങ് വേണമെന്ന് പല പ്രാവശ്യം പറഞ്ഞതാണത്. ഇന്ന് കുറച്ചെങ്കിലും ഓക്കെ ആയി. എനിക്ക് ഒരു കാര്യം പറ. എനിക്കങ്ങനെ വല്ലാതെ തുറന്നു പാടുമ്പോഴേ അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പിച്ചിൽ നിൽക്കാത്തൊരു പുള്ളിയൊരു ടെൻഷന് പിച്ചിൽ അത് പ്രാക്ടീസ് ചെയ്യണം. അത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം. ചില പാട്ടിന് അത് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ ആ പാട്ട് എടുക്കരുത്. ഞാൻ റൂമിൽ പ്രാക്ടീസ് ചെയ്യുമ്പോ തുറന്ന പാടും, ഫ്ലോറിലോട്ട് വന്ന് ഇന്നീറൊക്കെ വെച്ച് റൂമിലാണെന്ന് വിചാരിച്ച് പാട്. അതാണ്
റൂമിലാന്ന് വിചാരിച്ചാൽ മതി. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ലാസ്റ്റ് ചരണമായില്ലേ, അപ്പത്തേക്ക് കുറച്ച് എന്തൊക്കെയോ എനിക്ക് തോന്നുന്നു, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ കീർത്തിയുടെ ഒരു ഇൻവോൾവ്മെന്റ് വളരെ വലുതാണ്. കാരണം കീർത്തിയുടെ ഒരു പോർഷൻ വന്ന സമയം ഒരു എനർജി കയറി വന്നു പാട്ടിൽ. കീർത്തി സൂപ്പറായിരുന്നു. ആ എനർജി വന്നതോടുകൂടി ആ അടുത്ത ചരണം അങ്ങോട്ട് ആടിച്ചു പൊളിച്ചു. സൂപ്പറായിരുന്നു. അത് ആ ലാസ്റ്റ് ചരണം ആയപ്പോഴാണ് ആ കുറച്ചുകൂടി ഒന്ന് ഉഷാറായത്. അപ്പൊ അതേ കിടക്കണ ഒരു വരി പോയി, ഞാൻ കണ്ടുപിടിച്ചു. ഏതായിരുന്നു ആ വരി? അങ്ങനെ സംഭവിച്ചു. ചന്ദനമായി പൊട്ടു തൊടാം. ആദ്യത്തെ തന്നെ രണ്ടാമത് പാടി. 0.5 പോയല്ലോ. അപ്പൊ ഞാൻ ആലോചിച്ചു അവിടെ എന്താ, എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആരെങ്കിലും അത് മനസ്സിലാക്കിയോ നോക്കിയിട്ട് ഒരു എക്സ്പ്രഷൻ ഒക്കെ അല്ല, അതാണ് മഞ്ജരി, അത് കഴിവ്. അതാണ് അതാണ് കഴിവ്. അല്ല സാർ, അപ്പോഴേ മുഖത്ത് മറ്റേ എക്സ്പ്രഷൻ അത് വന്നു. അയ്യോ, അത് വരാൻ പാടില്ല. വരി പോയപ്പോ തന്നെ എന്റെ ഉള്ളില് അതാ പറഞ്ഞത്, അത് വരരുത്. നിർത്തണ്ടല്ലോ, അപ്പൊ ഉള്ള വെച്ച് അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരുപാട് കഴിവുകളുണ്ട്. അല്ല നിർത്തണ്ടല്ലോ. അഭിനയിച്ചു. അല്ല മഞ്ജരി, വേറൊരു കാര്യം ചോദിച്ചിട്ട്, കൊറേ ഗാനമേളയ്ക്ക് തമിഴ് പാട്ട് പാടുന്നുണ്ടല്ലോ, ഓ അടിച്ച് പൊളിച്ച് തമിഴ് പാട്ട്. ഏതെങ്കിലും വരി നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, ഇല്ല. നമുക്ക് ഭാഷ അറിയില്ല. അപ്പൊ പാടുന്നതൊക്കെ അപ്പൊ വരുന്നതാ പാടുന്നേ. ആദ്യത്തെ 2 വരിയേ ഉള്ളു, പിന്നെ പാടി പോവാണ്. എന്തായാലും ഫാഹിസ കലക്കി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒന്നാമത് ഈ സെറ്റ് കാണാൻ അടിപൊളിയായിരുന്നു. ഗ്രാഫിക്സും ആർട്ടും എല്ലാം കൂടെ ഞങ്ങൾക്ക് അതൊരു ഭയങ്കര വിഷ്വലായിരുന്നു തന്നത്. പിന്നെ മണിച്ചേട്ടൻ്റെ ഈ ഒരു പാട്ട്, എനിക്ക് ദീപക് ചേട്ടൻ ചെയ്ത പാട്ടുകളിൽ ഒരു അപ് ടെമ്പോ ഫാസ്റ്റ് പാട്ട് എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. ബ്യൂട്ടിഫുൾ ആണിത്, ഈ ഒരു കോമ്പോസിഷൻ. ഞാനും പല വേദിയിൽ പാടാറുണ്ട്, എനിക്ക് അതുകൊണ്ട് വലിയ ഇഷ്ടമാണ് ഈ പാട്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. ചക്കര, നിനക്ക് 8.7 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഷാനിക്ക. ഓക്കെ, എം ജി സർ. 9.1. സൂപ്പർ. ചേച്ചി. ഞാൻ 9 മാർക്സ് ആണ് ഇട്ടത്, പക്ഷെ അതിൽ എനിക്ക് കീർത്തിക്ക് ഞാൻ ഒരു 0.1 കൊടുക്കുന്നു. 9.1. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 26.9. സൂപ്പർ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു അടിപൊളി പാത്തോ സോങ് ആയിട്ട് വരുന്നു. ദേവിക. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ. മനസ്സിലെ ഭാരം പങ്കുവെക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിനു വേറെ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും ദൂരെ ദൂരെ. കൈനാടി തീരങ്ങൾ തേടി ദിശയറിയാതെ കാതോർത്തു നിൽപ്പോ കടൽ പക്ഷി പാടും പാട്ടൊന്നു കേൾക്കാൻ. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി, അലയും കാറ്റിലുലയും 2 കരയും
കിഴക്കിൻ്റെ ചുണ്ടിൽ പൂശുന്ന ചേരിൽ അടുക്കുന്നു തീരം ഇനിയില്ല ദൂരം കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ മനസ്സിലെ ഭാരം പങ്കുവയ്ക്കുവാനും കൂടെയില്ലൊരാളും കൂട്ടിനു വേറെ കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി അലയും കാറ്റിലുലയും രണ്ട് കരയും ദൂരെ ദൂരെ. നൈസ് മോളെ. ദേവിക നൈസ് ഡ്രസ് ആൻഡ് അടിപൊളിയായിട്ട് പാടി. എനിക്ക് തോന്നുന്നു MG സാറിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ചോദിക്കാം നമുക്ക്. ചോദിക്കാം. പ്രിഞ്ചിയോ സർ? ഞാൻ പുതിയൊരു വേർഡ് കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ സർ. അത് സ്പ്രിംഗിയായി ഇങ്കിയായി. സ്പ്രിംഗി ഇങ്കി ഒന്നുമല്ല, അതൊക്കെ മേലെ അസാധ്യമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ. ഞാൻ ഈ പാട്ട് പാടിയപ്പോ ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. കോതന്റെ പാണ്ടിയില് ചിത്ര അപ്പുറത്ത് ഞാനിപ്പുറത്ത് ഞങ്ങൾ ഇങ്ങനെ നിന്ന് ഡ്യുവറ്റ്. ഇത് ചിത്രയുടെ സോളോ അല്ലേ പാടിയത്, അതാണ് ഇത്രയും കൂടുതൽ സംഗതി. അല്ലെങ്കിൽ മറ്റേ ഒറിജിനൽ ഇത്രയും സംഗതിയില്ല. അനുപല്ലവിയുടെ നടുക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് കൂടുതൽ സംഗതി വരുന്നത്. എന്തായാലും മോള് നന്നായിട്ട് പാടി കേട്ടോ. ഇതിനകത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. എന്റെ തലേ ദിവസം വിജയ അങ്ങനത്തെ ഏതൊരു വിജയ ഗാർഡൻസോ, വിജയ ഗാർഡൻസ് അവിടെ നമ്മുടെ വിദ്യാധര മാഷയുടെ ഒരു പാട്ട്, അതൊരു ഷക്കീല പടമായിരുന്നു. അപ്പം പാട്ട് പക്ഷെ സൂപ്പർ പാട്ട്. അത് കാരണം അത് സത്യം പറയണ്ടേ? അത് സത്യം പറയണോ? ആ അതാണ് സത്യം പറയാണ്. എല്ലാം തുറന്നു പറയാം. എല്ലാം ഞാനിപ്പോ ഞാനിങ്ങനെ മറ്റേ ഹനുമാൻ കീറുന്നവരങ്ങോട്ട് തുറക്കാൻ പോവാം. അയ്യോ അണ്ണാ അത്ര വേണ്ട. അത്രയും വേണ്ട. എങ്കിൽ കുറച്ച് അടച്ചു ഞാൻ. ശരിക്കും ഷക്കീലയുടെ ഒരു പടം, എനിക്ക് പടത്തിന്റെ പേര് ഓർമ്മയില്ല. നമ്മുടെ ജോലി പാടുകയാണല്ലോ. വിദ്യാധര മാഷ് ഉഗ്രനായിട്ടൊരു പാട്ട് കീർത്തനം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷയമല്ല. ഞങ്ങളത് പാടാൻ നേരത്ത് ചിത്രയുടെ ഭർത്താവ് വന്ന് സ്റ്റുഡിയോയ്ക്കകത്ത് ഈ പാടുന്ന ബൂത്തിനകത്ത് കയറിയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്തോ സംസാരിച്ചപ്പോൾ എനിക്ക് ഇത്തിരി ഇറിറ്റേഷനായി. അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നതിനെക്കാട്ടിൽ അവിടെ ഇരുന്ന് കേൾക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ അദ്ദേഹം വെളിയിലിറങ്ങിപ്പോയി. അപ്പോഴത്തേക്ക് കുറച്ച് ഇറിറ്റേഷനായി അവിടെ ഇതിനിടയിൽ. അങ്ങനെ പാട്ട് പാടി നെക്സ്റ്റ് ഡേ ആണ് ഈ റാംജി റാവ് സ്പീക്കിങ്ങിൻ്റെ പാട്ട് പാടാൻ വേണ്ടി, ഡ്യുവറ്റ് പാടാൻ വേണ്ടി ചിത്ര വരുന്നത്. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഈ പാട്ടിന് ഞാൻ വരുന്നില്ല എന്ന് വല്ലതും വിളിച്ച് പറയുമോ എന്ന് തോന്നി. പക്ഷെ അതൊന്നുമില്ല. ഈ കാര്യങ്ങളൊന്നും ഒരു സംഭവം നടന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ കോതണ്ടവാണി സ്റ്റുഡിയോയിൽ ചിത്ര വന്നു. എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. പാട്ട് അതിമനോഹരമായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല, അതായത് ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനൊരു സംഗതി പാടിക്കഴിഞ്ഞാൽ ചിത്ര അതിൻ്റെ 36 ഇരട്ടിയുള്ളൊരു സംഗതി ഇടും. പിന്നെ എനിക്കൊരു സ്പേസ് കിട്ടത്തില്ല. കാരണം പിന്നെ അങ്ങോട്ട് സംഗതി ഇടാനോ വേറെന്തെങ്കിലും എൻ്റെതായിട്ടൊരു കാര്യം പ്രകടിപ്പിക്കാനുള്ള സ്ഥലം കിട്ടാത്ത രീതിയിൽ ലാസ്റ്റ് അവിടെയൊക്കെ ഓർത്ത് വെക്കും. ഈ റിഹേഴ്സലിനൊന്നും പാടത്തില്ല. എന്നിട്ട് ലാസ്റ്റില് ഏതെങ്കിലും പിന്നെ എനിക്ക് സ്പേസ് ഇല്ലല്ലോ. അങ്ങനെ സ്കോർ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കൽ കോമ്പറ്റീഷനാണ്, നല്ലതാണ്. പിന്നെ ഞാൻ ഈ സമയത്ത് എസ് ബാലകൃഷ്ണൻ സാറിനെ ഓർക്കുന്നു. കാരണം ചെയ്ത പാട്ടുകളെല്ലാം ഹിറ്റാണ്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, അതുപോലെ തന്നെ ഉന്നം മറന്ന് തെന്നി പറന്ന്, പിന്നെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും. കാരണം മിൻമിനി കുറേ പാട്ട് പാടിയിട്ടുണ്ട്, ഒരുപാട് പേര് പാടിയിട്ടുണ്ട്, ദാസേട്ടൻ്റെ പാട്ടുകൾ. അപ്പോൾ എന്തായാലും മോള് നന്നായിട്ട് പാടി. ഈ ഒരു ചരണത്തിൽ ചുഴത്തിരയ്ക്കുള്ളിൽ അത് കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് പാടായിരുന്നു കേട്ടോ. പാടിക്കുന്നൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദേവിക ഒരു ഭയങ്കര വലിയ ഇംപ്രൂവ്മെന്റ് ആട്ടോ ദേവിക. സോ ഹാപ്പി. കാരണം നേരത്തെ പാടിയൊരു ദേവിക അല്ല ഇപ്പം ഭയങ്കരമായിട്ട് മാറി. ഭയങ്കര ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 2 അസാധ്യ സിംഗേഴ്സ് പാടിയ പാട്ട് ഒറ്റയ്ക്ക് ഹാറ്റ്സ് ഓഫ്. നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീകുട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം ചിത്ര ചേച്ചിയുടെയും ആ ഒരു അനുഭവം എന്ന് പറയുന്നത് അത് അവർ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആണ് എടുക്കുന്നത്. നമ്മൾ ഹെൽത്തി കോമ്പറ്റീഷൻ നമ്മൾ അതിനെ ആ രീതിയിൽ എടുക്കണം.
ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് അത്. എന്തെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ആളുടെ മുഖം മാറും, അല്ലെങ്കിൽ ഡൗൺ ആവും, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അനുഭവം. പാട്ടുകാരെ മാറ്റും, പാട്ടുകാരെ മാറ്റും. ഏതൊക്കെ വിധത്തില്. പിന്നെ അന്നത്തെ കാര്യമുണ്ടല്ലോ ഷാൻ, അന്ന് ഈ പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ആ ട്രാക്ക് എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് വേറെ അറ്റത്ത് പാടി വെക്കാം. അന്ന് കഴിഞ്ഞില്ലേ, പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അതെ, ബാക്കി വേറൊന്നും പറയാനല്ലോ. അവളെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു ഷാനിക. ശരത് സർ. ദേവിക, സർ. ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല. പറഞ്ഞോ? മ്യൂസിക് ചെയ്തത് എസ് ബാലകൃഷ്ണൻ സർ, ലിറിക്സ് ബിച്ചു തിരുമല സർ, പാടിയത് MG സർ, ചിത്രാമ്മ. അത് പറഞ്ഞു. ഇപ്പൊ ഉഗ്ര ഒരു പാട്ട്, പ്രത്യേകിച്ച് ഇതിന്റെ സംഗീത സംവിധാനം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ബാലകൃഷ്ണൻ സാർ ഒരു നല്ല മനുഷ്യൻ, ഒരു പാവം മനുഷ്യൻ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാലകൃഷ്ണൻ അണ്ണാച്ചി അടുത്ത്, അണ്ണാച്ചി ഞാൻ ചെയ്ത പാട്ടുകളൊക്കെ ഹിറ്റാണ്, പക്ഷെ പടമൊന്നും വലുതായിട്ട് ഓടിയിട്ടില്ല. നിങ്ങൾ ചെയ്ത പാട്ട് ഹിറ്റ്, പടം ഓടി, എന്നിട്ടും പടമില്ല. പക്ഷെ എന്നിട്ട് അവസാനം അദ്ദേഹം വേറെ പഠിപ്പിക്കാനൊക്കെ വേറെ ചെന്നൈയിൽ നിന്ന് കുറച്ച് ദൂരെ മാറി അവിടെ ഒരു ചെറിയ സ്കൂളൊക്കെ നടത്തി. അങ്ങനെ ആ സമയത്താണ് ശരിക്കും ബേസിക്കായിട്ട് ഹീസ് എ ഫ്ലൂട്ടിസ്റ്റ്. റെക്കോർഡർ ബാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്. റെക്കോർഡർ ആയിരുന്നു സ്പെഷ്യൽ. നല്ല മനുഷ്യൻ. പോട്ടെ, പെട്ടെന്ന് ഓർത്തുപോയി അദ്ദേഹത്തിന്. ദേവിക, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി, സൂപ്പർ ആയിരുന്നു. എനിക്ക് ആകെ ഉള്ള ഒരു ഒറ്റ സംശയം, ദേവിക തീർത്ത് തരുമോ? തരും. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇപ്പൊ എന്താണ് കടൽ പക്ഷിക്ക് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? ലുങ്കി ഇങ്കിടി കടൽ പക്ഷി പാടുമല്ലേ? അതൊന്ന് പാടാം, ആ ഒരു ലൈൻ മാത്രം. പാട്ടൊന്ന് കേൾക്കാൻ. കടൽ പക്ഷി പാടും പാട്ടൊന്നു കേൾക്കാൻ. അതേ ഉള്ളൂ, ഒരു ചലക്കം തോന്നി എനിക്ക്. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. ചേച്ചി ദേവിക, സുന്ദരി പെണ്ണേ, അസലായിട്ട് പാടി. എന്താ പറയാ, ദേവികയുടെ പെർഫോമൻസ് ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ ആ ഒരു ചമ്മലിൽ നിന്നുമൊക്കെ മാറി ദേവിക ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ ഇതിപ്പോൾ നല്ല സുന്ദരിയായി വന്ന് സുന്ദരമായിട്ട് പാടി. ബ്യൂട്ടിഫുൾ ആയിരുന്നു ഓളെ കേൾക്കാൻ. ഞാൻ പറഞ്ഞ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് അക്ഷരങ്ങളും വാക്കുകളും ഒന്നുകൂടി ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ടെന്നുള്ളത്. അത് ലൈഫ് ലോങ്, കാരണം മോൾക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അപ്പോൾ അത് മോൾ എപ്പോഴും മനസ്സിൽ വെക്കുക. നമുക്കത് എല്ലാത്തിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ഇതിൽ എനിക്കും ഇതേപോലെ MG സാറ് ഒരുപാട്, സാറിപ്പം എസ് ബാലകൃഷ്ണൻ സാറിനെ പറ്റി പറഞ്ഞു. അപ്പം എനിക്ക് ഒരു ചെറിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ എനിക്കും പാടാൻ പറ്റി. അത് മൊഹബത്ത് എന്ന് പറഞ്ഞ മീര ജാസ്മിൻ അഭിനയിച്ചൊരു പടമാണ്. അപ്പം അതിൽ 2 പാട്ട്, ഹരിജിയോടൊപ്പമാണ്, ഹരിഹരൻ സാറിനോടൊപ്പമാണ് പാടുന്നത്. അപ്പം അത് ശരത് സാർ പറഞ്ഞ പോലെ വളരെ പാവം ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു ഇത്ര പാവം ഒരു മ്യൂസിക് ഡയറക്ടറിനെ കാണാൻ പറ്റുമോ അറിയില്ല. കാരണം നമുക്ക് അദ്ദേഹം വന്ന് അവിടെ സ്റ്റുഡിയോയിൽ വരുമ്പോഴും അദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് തോന്നില്ല. അപ്പം അത്രയും പാവം, ഒന്നും അധികം സംസാരിക്കുന്നില്ല. പാട്ട് പഠിപ്പിച്ചു തന്നു, പാട്ടെടുക്കാം, പാട്ടിൻ്റെ ഇത് മാത്രം സംസാരിച്ച് എല്ലാം കഴിഞ്ഞു. അപ്പം വളരെ സ്വീറ്റായിട്ട് സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു സർ. അപ്പം അങ്ങനെ എനിക്കും അതിൽ ഭാഗമാകാൻ സാധിച്ചു. ഒരു പടത്തിലെങ്കിൽ ഒരു പടത്തിൽ പാടാൻ സാധിച്ചു. സോ 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 ബ്ലെസ്ഡ്. കാരണം നമ്മൾ പൂക്കാലം വന്നു പൂക്കാലം, ഈ പാട്ടൊക്കെ സൂപ്പർ ഹിറ്റ് പാട്ടാണ്, ഗോഡ് ഫാദറിലൊക്കെ. അപ്പം എസ് ബാലകൃഷ്ണൻ സാറിൻ്റെ ആ സൂപ്പർ ഹിറ്റ് പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നില്ല ഇങ്ങനെയൊക്കെ അപൂർവം ഭാഗ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത്. അപ്പം സാർ പറഞ്ഞ മാതിരി അദ്ദേഹം പിന്നീട് ഒരു സിനിമ ചെയ്യാനും അതിലെനിക്ക് ഭാഗമാകാൻ ഒരു യോഗം കിട്ടി. സോ ഹാപ്പി ഈ ഒരു മൊമെന്റിൽ സാറിനെ ഞാൻ ഓർക്കുന്നു. ആൻഡ് മോളു, ഫാന്റാസ്റ്റിക്. താങ്ക് യു ചേച്ചി. ഓക്കെ, ചോദിക്കാം മഞ്ജരി ചേച്ചി. ദേവിക നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഞാൻ ഈ പെർഫോമൻസിന് 8.9 തരാം. ദേവിക 9 മാർക്സ്. ഷാനിക. ഓക്കെ. MG sir? For the improvement, 9.1. Thank you, sir. Okay, so total 27. Super. Okay. അടുത്ത പാട്ടിലേക്ക് പോവാൻ റെഡി ആയില്ലേ? നമ്മളുടെ ഫ്ലോറിൽ 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ വരാൻ പോവാണ്. യെസ്. അപ്പൊ നമ്മുടെ അമൃത ടിവിയുടെ ഡിജിറ്റൽ അവാർഡ്സ് നടക്കായിരുന്നു, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് ബെസ്റ്റ് ഫാമിലി എമോജിംഗ് കാറ്റഗറിയിലെ അവാർഡ് വിൻ ചെയ്ത ഒരു കപ്പിൾസ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ലിറ്റിൽ കപ്പിൾസ്.
ലിറ്റിൽ കപ്പിൾസ്. ഹായ്. ഹായ്. ഹായ് ലിറ്റിൽ ഹായ്, കപ്പിൾസ്. ആദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റ്സ് താങ്ക് യു. ആ ഒരു അവാർഡ് വിൻ ചെയ്തതിന്. എന്തൊക്കെയുണ്ട് രണ്ടുപേരുടെയും വിശേഷങ്ങളൊക്കെ പറ. സുഖമായിട്ടിരിക്കുന്നു. പേരെന്താ? സുഖമായിട്ടിരിക്കുന്നു. പേര് പറയേ, പേര് പറയൂ. സിത്താര അമൽ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? 91K യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില് 1,40,000, ഫേസ്ബുക്കില് 32. എന്റെ അമല ഇതൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നു? അല്ല ശരത് സാർ, ആ. കപ്പിൾസിന്റെ പിന്നിൽ ഒരു വലിയ ലവ് സ്റ്റോറി ഉണ്ട്. ആണോ? ഓ, അത് കേക്കട്ടെ. അതെ, നിങ്ങളുടെ ആ ലവ് സ്റ്റോറി ഒന്ന് നമ്മളുടെ അമൃത TV പ്രേക്ഷകർക്ക് നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കണം. ഒന്ന് ചുരുക്കി പറയൂ ആ ലവ് സ്റ്റോറി. ചുരുക്കി പറയാം. ചുരുക്കിയായി ഉള്ളത്. ഞങ്ങൾ പ്രണയം തുടങ്ങുന്നത് ഞങ്ങളെ പോലെയുള്ള ഒരു കൂട്ടായ്മയുണ്ട്, ലിറ്റിൽ പീപ്പിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ട്രസ്റ്റിലൊരു ഓണപരിപാടി വെച്ചു. ആ ഓണപരിപാടിയിൽ കോർഡിനേറ്ററായിട്ട് നിന്നത് ഞാനാണ്. അപ്പോൾ ആള് ഗ്രൂപ്പിലുണ്ട്. ആള് ഗ്രൂപ്പിൽ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഗ്രൂപ്പില്. അപ്പോൾ ആളെനിക്ക് ഫസ്റ്റ് ഒരു പാട്ട് അയച്ചു തന്നു, ആള് പാടിയത്. രണ്ടാമത് ഒരു കവിതയായിരുന്നു, അതും അയച്ചു തന്നു. മൂന്നാമതൊരു പാട്ട് വേറെ അയച്ചു തന്നു. അത് കഴിഞ്ഞ് രാത്രി അങ്ങനെ അങ്ങ് അയക്കുകയായിരുന്നു. അവസാനം പാട്ടിലായി. ഓരോ ദിവസം ഓരോരോ പരിപാടിയാ ഗ്രൂപ്പിൽ. അപ്പം തിരിച്ചങ്ങോട്ടൊന്നും അയച്ചില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞു ഞങ്ങളെ കോർഡിനേറ്ററിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ട് മാർക്ക് എത്രയാന്ന് നോക്കിട്ട് പറയാന്ന് പറഞ്ഞു. വളരെ ഡീസന്റ് ആയിരുന്നു. അപ്പോ അത് കഴിഞ്ഞു രാത്രി 12 മണിക്ക് ആള് ഐ ലവ് യു എന്നും പറഞ്ഞ് മെസ്സേജ് അതാണ് ഈ കൃത്യം 12 മണി അലാം വെച്ചത്. എങ്ങനെയാണ്? രാത്രി നമ്മൾ വെറുതെ ഇരിക്കല്ലേ, അപ്പോൾ ഐ ലവ് യു പറഞ്ഞേക്കാന്ന്. അല്ല ഞാൻ വെറുതെ ചുമ്മാ ചൊറിഞ്ഞു നോക്കി. എന്റെ അമലേ, എങ്ങനെ അതിൽ വീണു? ഒരാൾ ചൊറിയുമ്പോഴാണ് വീഴുന്നത്. ഇല്ല സാറേ, പെട്ടെന്ന് അങ്ങോട്ട് പോയി വീണാല് ആൾക്കാർ വിചാരിക്കില്ല കോഴിയാന്ന്. അവനെ സ്വന്തമായിട്ട് എന്തിനാടാ പേര് പറയുന്നത്? ഞാൻ കുറച്ച് ഡിമാൻഡ് ഇട്ടു. ഞാൻ എന്റെ ഗ്രൂപ്പിലെ സെക്രട്ടറിനോട് പറഞ്ഞു, ചേച്ചി ആ കൊച്ചിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ല, നിങ്ങളുടെ നാട് എവിടെയാ? കോഴിക്കോട്. ആരെ വാ. കോഴിക്കോട്. അല്ല സിത്താര, എന്താണ് അവിടെ മാത്രം 12 മണിക്ക് ഐ ലവ് യു പറയാനുണ്ടായ ഒരു കാരണം? അല്ല, കോമൺ ആയിട്ട് ഇട്ടതാ, പിടിച്ചത് അവിടെ. അല്ല ഫ്രീ ആയിട്ടിരിക്കുന്ന കിടക്കുന്ന സമയക്കല്ലേ, ആര്? നോക്കിയിരുന്നിട്ട്. ആര്? പുള്ളി 4 മണിക്കാണ് ഉറങ്ങുന്നത്. ഇല്ല, ഞങ്ങള് പിന്നെ ചാറ്റിങ്ങാ. പ്രണയം തുടങ്ങിയ സമയത്ത് രാത്രി ഒരു 9 മണിക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് 6 മണി വരെ സംസാരിക്കും. ഉറക്കമൊന്നുമില്ല. അല്ല, എന്നിട്ട് അമൽ എപ്പോഴാണ് തിരിച്ച് സിത്താരയോട് 2 ദിവസം കഴിഞ്ഞപ്പോ അതായത് 48 hours. 48 hours. 2 ദിവസം കടിച്ചു പിടിച്ചു. എന്നിട്ട് ഈ കറക്റ്റ് 12 മണിക്കാണ് അങ്ങോട്ട് അയച്ചത്. അല്ല, ഞാൻ മോർണിംഗ് ആ, അയച്ചു. രാവിലെ പിന്നെ ആളായിട്ട് സംസാരിച്ചു, അവളെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ നിരന്തരം കോളായ സമയത്ത് ഞങ്ങളെ വീട്ടുകാർ തന്നെ എന്താ പറയാ, ഇവൻ ഉറങ്ങുന്നില്ല, അവക്കും ഉറക്കില്ല എന്ന് തോന്നിയപ്പോ രണ്ടുപേരും ഒരുമിച്ച് വീട്ടുകാര് പറഞ്ഞു നമുക്ക് അവളെ വീട്ടിൽ പോയി സംസാരിക്കാന്ന്. അപ്പൊ അതിന്റെ മുന്നേ എന്നോട് പറഞ്ഞു, നീ ഒന്ന് അവളെ കണ്ടിട്ട് വരെ. അപ്പോ ഞാൻ വിചാരിച്ചു കണ്ടിട്ടില്ല. ഇല്ല, ഞങ്ങള് നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. വീഡിയോയും ഒന്ന് ഫോട്ടോയും വീഡിയോ കോള് അല്ലെങ്കിൽ വാട്സപ്പിലുള്ള ചാറ്റ് നേരിട്ട് എങ്ങനെ ആയിരിക്കും നല്ലല്ലേ? നേരിട്ട് കാണാൻ പോയി. അപ്പൊ നേരിട്ട് കാണാൻ പോയ സമയത്ത് ആള് വരുന്നതെന്ന് വെച്ചാല് ആളെ അമ്മേനെയും കൂട്ടിട്ട് എന്നെ കാണാൻ വന്നു. ഒരു ഫ്രണ്ടിനെയും കൂട്ടി വരേണ്ട അടുത്ത് അവളെ അമ്മേനെയും കൂട്ടി വന്നു. എന്ത് പരിപാടിയാ? ആറന്മുള വന്നു. ഭാവി പനിമോനെ കാണണ്ടേ അമ്മയ്ക്ക്? അവളെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നേ പറയുന്നുള്ളെങ്കിലും അങ്ങനെ അമ്മ കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പൊ അമ്മ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇത്ര വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു മോനെ, ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ വലിയൊരു രീതിയിലുള്ള കല്യാണം പോലെ നടക്കൂലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, എനിക്ക് അവളെ മാത്രം മതി എന്നുള്ളൊരു രീതിയിൽ സംസാരിച്ചു. എൻ്റെ വീട്ടുകാർ സംസാരിച്ചു. അത് കഴിഞ്ഞ് അവളോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. അച്ഛനും അമ്മയും കണ്ടു. ഞങ്ങളെ വീട്ടിൽ വരികയെന്ന് വെച്ചാൽ കോഴിക്കോട് എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആണിൻ്റെ വീട്ടിലേക്ക് പെണ്ണ് വരുന്നത്. അടുക്കള ഭാഗത്തു കൂടെ അവൾ കയറി, ഞങ്ങൾ സംസാരിച്ചു, കല്യാണം ഉറപ്പിച്ചു. കഴിഞ്ഞ വർഷം 29-നായിരുന്നു ഞങ്ങളെ കല്യാണം, ഗുരുവായൂർ വെച്ചിട്ട് അതിനെ ഉറപ്പിച്ചത്. അപ്പോൾ ഞാനൊരു ദിവസം ഓണത്തിൻ്റെ സമയത്ത് അവളെ വീട്ടിൽ പോയി.
വീട്ടിൽ നിന്ന് കള്ളവും പറഞ്ഞാ പോയി അമ്മമ്മേനോട്. ആറന്മുള അമ്പലത്തിലേക്ക് പോവാന്നും പറഞ്ഞാ പോയി. അങ്ങനെ ഇതായിരുന്നു ആറന്മുള അമ്പലം. ഇതാണ് ആറന്മുള അമ്പലം. അങ്ങനെ ആറന്മുള അമ്പലത്തിൽ പോവാന്നും പറഞ്ഞ് പോയി. അവളെ വീട്ടിൽ പോയി സംസാരിച്ചു. അപ്പോൾ അവളെ അമ്മ പറഞ്ഞു, മോനെ ഇപ്പോൾ കല്യാണം പെട്ടെന്ന് നടക്കില്ല, അവളപ്പാക്ക് ജോലിയൊന്നുമില്ല, അതുകൊണ്ട് കുറച്ചും കൂടി ഡേറ്റ് മാറ്റും, കുറച്ചും കൂടി ലേറ്റ് ആവും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്തിനാ അമ്മ അങ്ങനെ ലേറ്റ് ആക്കുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട്, ഞങ്ങൾക്കൊരു വീടൊക്കെ ആയിട്ട് കല്യാണം കഴിക്കണം എന്നാണ്, അവളെ നല്ല രീതിക്ക് കെട്ടിച്ചു വിടണം എന്നൊക്കെയാണെന്ന്. ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അവളമ്മ സമ്മതിക്കുന്നില്ല, നീ പോയടെ ചെക്കാന്ന് പറഞ്ഞു. അവളമ്മ നീ പോയ ചെക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ നോക്കി സംസാരിച്ചു. കണ്ണില് നോക്കി സംസാരിച്ചു. എന്താ സംസാരിച്ചേ? ബാബു അവളമ്മ പറഞ്ഞു എന്തായാലും ഇവിടം വരെ വന്നിട്ടല്ലേ, നീ അവളെയും കൂട്ടി ഒന്ന് ആറന്മുള അമ്പലത്തിൽ തൊഴുതിട്ടിങ്ങ് പോരിന്ന്. അവളമ്മ പച്ചക്കറി വാങ്ങാൻ തന്ന പൈസയും കൊണ്ടാണ് ഞങ്ങൾ എറണാകുളത്തേക്ക് ട്രെയിൻ കയറി. പിന്നല്ലാതെ അത് മനസ്സിലായില്ലേ പറഞ്ഞത്? വിളിച്ചോണ്ടങ്ങ് പോയി. അവളെയും കൂട്ടി അന്ന് എറണാകുളത്ത് വന്നു. പിറ്റേന്ന് വൈരാഗ്യം നടത്തുന്നായിരുന്നു ഞങ്ങളെ കല്യാണം. അപ്പൊ ഒന്നിച്ച് ജീവിച്ച് തുടങ്ങിയിട്ടൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. അതേപോലെ തന്നെ ഈ ഫ്ലോറിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. അമൃത ടിവിയുടെ ഡിജിറ്റൽ ബെസ്റ്റ് ഫാമിലി എമർജൻസി അവാർഡ് ഞങ്ങൾക്കാണ്. ഒരുപാട് സന്തോഷം. വെരി ഗുഡ്. അത് മാത്രല്ല അമൽ ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങി. റീസെന്റ് റിലീസ് ആയിട്ടുള്ള ഇന്നസെന്റ് മൂവിയില് അമൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ്. ബെസ്റ്റ് ഫാമിലി എമർജിംഗ് അവാർഡ് അമൃത ടിവിയുടെ ഡിജിറ്റൽ അവാർഡ്സിൽ നിങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ വെറുതെ വിടുന്നില്ല. ഈ ഒരു എപ്പിസോഡ് നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പൊ രണ്ടുപേരും അവിടെ ഇരുന്നു. എന്തായാലും ലിറ്റിൽ കപ്പിൾസ് ഒക്കെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു സോങ്സ് ഓഫ് ജോയ് റൗണ്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ സോങ്സ് ഓഫ് ജോയ് റൗണ്ടിൽ പാടാൻ വരുന്നു അർച്ചന. പിടിക്കുന്നതാരാന്നേ തീയാടാൻ തിരയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓനാന്ന് എത്തു പിടിക്കണതോനാന്ന് നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചോര പൊടിച്ചോരും മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ നിറയട്ടെ തന്തിര തന്താര ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിരയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ കകിലടി ചെണ്ടയും പൂങ്കുറുങ്കുഴലും താളമയല്ലോ തളക്കിലൊക്കി കിളിയാട്ടില്ലേ ഞങ്ങൾ കനക കതിരും പണിമീട്ടാൻ കാവൽ നിന്നില്ലേ തിമിരത്തകതിത്തന തകിട തറ ഇളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിനുയിരെ പാടു നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് പതിരെല്ലാം പറ്റണ നിറയട്ടെ തന്തിര തന്താര ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിരയാടാൻ മാണിക്കക്കാവിലുറഞ്ഞാടാൻ ഓരാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ കൂട്ടിന് വന്നതവനാന്നേ പൊന്നാരൻ പാടത്തും ഉത്സവമേളം നമ്മൾ തുടികൊട്ടി അടിവെച്ച് താളമിട്ടില്ലേ
തിമില തകതിത്തന തകിട തകിട തകതിത്തന തെളുந்து തെളുந்து വിളവിളക്കി പറ 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 കൊട്ടൻ ഉയിരിനുയിരെ പാടും നമ്മളൊന്നല്ലേ കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പാറ്റണ് പാറ്റണ് നിറ പറ നിറ നിറയട്ടെ തന്തിര തന്താര ആരാന്നേ ആരാന്നേ ഒത്തുപിടിക്കുന്നതാരാന്നേ തീയാടാൻ തിറയാടാൻ മാണിക്കക്കാവിൽ ഉറഞ്ഞാടാൻ ഓനാന്ന് ഓനാന്ന് എത്തുപിടിക്കുന്നതോനാന്ന് നേരാന്നേ നേരാന്നേ കുട്ടിനു വന്നതവനാന്ന് മണ്ണാന്ന് മണ്ണാന്ന് പൊന്നു വിളയണ മണ്ണാന്ന് പോയോരും വന്നോരും ചൊര പിടിച്ചൊരു മണ്ണാന്ന് കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താര കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയറ നിറയട്ടെ തന്തിര തന്താര സൂപ്പർ സൂപ്പർ Come on everybody. സൂപ്പർ ആയിരുന്നു, സൂപ്പർ. കോറസ് പ്രമാദം. അടിപൊളിയായിരുന്നു കേട്ടാ, അടിപൊളി അടിപൊളി അടിപൊളിയായിരുന്നു. കലക്കി കലക്കി പിള്ളേർ. ആ സ്റ്റെപ്പ് ഒന്നുകൂടെ എനിക്കൊരാഗ്രഹം അവസാനത്തെ സ്റ്റെപ്പ് കാണണ്ട ഒന്നുകൂടെ, റിലേ റേസിന് നിൽക്കുന്നതാണുള്ളതല്ലേ, അതൊന്ന് ഒന്നുകൂടെ ഒന്നുകൂടെ കാണട്ടെ. പ്ലീസ്. ഞാനും നിക്കാം, വാ അത് അവള് നിൽക്കും. എല്ലാത്തിനും റെഡിയായിട്ട് ആറുണ്ട് അവിടെ. വാ നിക്ക്. പാറു പാറു ആ ലൈന് കഴിഞ്ഞിട്ട് ആ നിറ പറയറ നിറയട്ടെ തന്തിര തന്താരോ. ചക്ക സൂപ്പർ ആയിരുന്നു, സൂപ്പർ. ചോദിക്കാം ശരത് സാർ. ഓരോ ആളുകളുടെ മാറ്റമേ സത്യം ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. അർച്ചന ഈ വേഷോട്ടൊക്കെ പോകുമ്പോൾ വിചാരിച്ച അവിടെ പോയി ചുമ്മാ നിൽക്കുകയായിരിക്കും. പിന്നെ നമുക്ക് കുറെ സംഭവങ്ങളൊക്കെ വരുന്നു. വളരെ നന്നായിരുന്നു അർച്ചന, എനിക്ക് കുറെ ഇഷ്ടമായി. എനിക്ക് ഈ ലാസ്റ്റ് ചരണം മാത്രമേ ഉള്ളൂ ഒരു ഒരു ജിംബ്ലാച്ചി കിക്ലാപ്പി ആയിപ്പോയത്. അതല്ലാതെ ബാക്കി ഒക്കെ നല്ല ഓടമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കോറസുകാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവന്മാർ 3 പേരെ ഉള്ളെങ്കിൽ ഒരു 300 പേരുടെ പവർ ഉണ്ടായിരുന്നു. നന്നായിട്ട് തന്നെ പാടി. ഇത് ആരൊക്കെയാണ് ചെയ്തതൊക്കെ പറഞ്ഞ് കേൾക്കട്ടെ. ഇത് ഉറുമി എന്ന് പറഞ്ഞ മൂവിയിലെ പാട്ടാണ്. ഓക്കെ. ലിറിക്സ് എഴുതിയിട്ടുള്ളത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറാണ്. പിന്നെ മ്യൂസിക് ചെയ്തിട്ടുള്ള ദീപക് ദേവ് സാറാണ്. പാടിയിട്ടുള്ളത് ജോബ് കുര്യൻ സാറും റീത മാമും. ആണോ? ഉറപ്പാണോ? ഒരു മിനിറ്റ്, അതിന് എനിക്കൊരു ചെറിയ ഡൗട്ട്. റീത മാം ആണോന്ന് അല്ലേ? എനിക്കൊരു ഡൗട്ടുണ്ട്. ஹாய் அர்ச்சனா, நான் ரீட்டா பேசுறேன். ஆறான பாட்டு ரொம்ப அழகா பாடின. என் பாட்டை நீ பாடினதுல எனக்கு ரொம்ப சந்தோஷம். அண்ட் இந்த பாட்டை என்னை கேட்க வச்ச சரத் சாருக்கு ரொம்ப நன்றி. தேங்க்யூ ஃபார் சிங்கிங் மை சாங் அண்ட் யூ sang so well. All the best to you. റീറ്റ ചുമ്മാ വായി നോക്കി ഇരിക്കുകയായിരുന്നു. ആ സമയം എന്നാ ഇത് കേക്കടി എന്ന് പറഞ്ഞാൽ ഞാനിത് കേൾപ്പിച്ചു. അല്ല, പാടിയ ഒരാൾ തന്നെ അവർക്ക് സന്തോഷമല്ലേ നമ്മുടെ പാട്ട് ഒരാൾ പാടുന്നുണ്ട്. അപ്പൊ അത് കുറെ സന്തോഷം. നന്നായിട്ട് തന്നെ പാടി. എനിക്ക് അവസാനത്തെ ചരണം മാത്രമേ ഉള്ളൂ എനിക്കൊരു കൂടെ നിൽക്കാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെടാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി അർച്ചന പൊളിച്ചു. താങ്ക് യു മാം, താങ്ക് യു, സൂപ്പർ. താങ്ക് യു. ഒരു സ്റ്റുപ്പൻഡോ ഫാന്റാബുലസ്ലി ഫാന്റാസ്റ്റിക് പെർഫോമൻസ് ആയിരുന്നു ഇത്. എന്താണ് സ്റ്റുപ്പൻഡോ ഫാന്റാബുലസ്ലി ഫാന്റാസ്റ്റിക്, അതാണ് ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. അതില് അർച്ചനയുടെ പെർഫോമൻസിന് മാറ്റ് കൂട്ടിയത് കോറസുകാർ കൂടിയാണ്. അപ്പൊ നിങ്ങളും ഇതില് ഭാഗമാണ്. അതില് അർജുനെ പറയാണ്ടിരിക്കാൻ വയ്യ. അർജുൻ ഒരു പ്രത്യേക രീതിയിൽ ഒരു വളരെ ഹൈ പോർഷൻസൊക്കെ പാടിയിരുന്നു. ബ്യൂട്ടിഫുൾ ആയിരുന്നു അർജുൻ, ഫാന്റാസ്റ്റിക്. പിന്നെ സ്റ്റെപ്സ് ആദ്യമൊക്കെ തുടങ്ങിയൊക്കെ സ്റ്റൈലായിരുന്നു. നല്ല ആ ഉറുമിയിൽ അവര് ജനലിയ ഇട്ട ഡ്രസ്സാണോ, അതുപോലത്തെ ഡ്രസ്സാണോ ഇത്? ഏറെക്കുറെ അല്ലേ? ശ്രമിച്ചിട്ടുണ്ട്. ആ ഉണ്ട്, ഒരു അങ്ങനത്തെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. എന്തായാലും കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, പാട്ടിനോട് നല്ലോണം ചേർന്നു.
എനിക്ക് ഇഷ്ടപ്പെട്ടു. മോളുടെ വോയിസ് ടോണ് ഫാന്റാസ്റ്റിക് ആണ്. ആ വോയിസ് ടോണിൽ നല്ല വിധത്തിൽ തന്നെ അത് പാടിയെടുത്തു. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ ഏതോ ഒരു സ്ഥലം ഞാനത് മറന്നു, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഫീൽ ഇട്ടിരുന്നു. ഒരു ചെറിയ ഒരു ഫീൽ എവിടെയോ വന്നിരുന്നു. ഒന്ന് വോയിസ് ഒതുക്കിയിട്ട് അതാണെന്ന് തോന്നുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ അങ്ങ് പാടുക. സൂപ്പർ ആവട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. MG സർ. അർച്ചന, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ മേക്ക് ഓവറും. ഞാനിവിടെ നേരത്തെ ഏതാ പാട്ട് പാടി? അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അർച്ചനയാണ് ഇപ്പൊ നിൽക്കുന്നത്. മാത്രമല്ല ഈ ഇങ്ങനെ എന്നൊക്കെ ഉണ്ടല്ലോ, കൊള്ളാം കേട്ടോ. ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് അത് ഷാഹുൽ സാർ നല്ല വൃത്തിയായിട്ട് കാണിച്ചു തന്നതാ. പക്ഷെ അതല്ല എനിക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ. ഇതാ നല്ലത്. ഇതിപ്പോ ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ അല്ലേ എന്താ പറയുന്നത്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുള്ള ഒരു അതാണ് വേണ്ടത്. അതെ, കറക്റ്റ്. പാട്ട് നന്നായിരുന്നു. കാരണം ആ ഒരു എന്താണ് വോയിസിനകത്തൊരു ഒരു വെള്ളി പോലൊക്കെ ഇട്ടിട്ട് പാടിയല്ലോ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് പാടി. ഇത് ഈ അനുപല്ലവിയും പല്ലവിയുടെയും ബിഗിനിങ് ആണ്. കുറച്ചൊരു ചെറിയൊരു എന്തോ ഒരു ചെറിയ താളത്തിൽ നിന്ന് പോയതോ ഒന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വാസം മുട്ടുന്നതോ ഒന്ന് ടയർഡ് ആകുന്ന ഒരു ഫീല് വന്നോന്ന് എനിക്ക് തോന്നി. എനിക്ക് അറിഞ്ഞൂടാ, ആണോ? ഒരു ശകലം അപ്പൊ വന്നപ്പോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പാടുമ്പോ ഉണ്ടല്ലോ ആ 4 മിനിറ്റ് ഇനി തല പോയാലും ബലയുടെ എന്ന് പറയിപ്പിക്കണം. അതുകൊണ്ട് നമ്മൾ വെച്ച് സ്പ്രിഞ്ചണം. ഞാൻ നോക്കി വന്നില്ല. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നൈസ്. താങ്ക് യു സർ. ഷാനിക്ക. അർച്ചന കലക്കിയടി. ഐ ആം സോ പ്രൗഡ് ഓഫ് യു. സോ പ്രൗഡ് ഓഫ് യു. കാരണം അർച്ചന ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് അർച്ചന എന്ന് പറയുന്നത് വേറെ തന്നെ. അതന്നെ, മൈക്ക് സ്റ്റാൻഡ് ആണോ അതോ അതിന്റെ പുറകിൽ ഒരാൾ നിന്ന് പാടുന്നുണ്ടോ എന്നുള്ള ഇതില. ഇത് അർച്ചന ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മേക്ക് ഓവർ ആണ് കേട്ടോ. അതിന് ഐ എം സോ പ്രൗഡ് ഓഫ് യു. അതിന് ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട്. ജോബാണ് ഇത് പാടിയിരിക്കുന്നത്, ജോബും റീറ്റ മാമും കൂടെ. ജോബ് അങ്ങേ ഹൈയിൽ പാടി വെച്ചേക്കണ പാട്ടായത്. അപ്പം ഞാൻ വിചാരിച്ചു അർച്ചന ഇത് ലോ രജിസ്റ്ററിൽ പാടുമ്പോഴേ ഇത് ആ ഒരു എനർജി നമുക്ക് കിട്ടുമോന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ അസലായിരുന്നു അർച്ചന, ഉഗ്രനായിരുന്നു. ആ ഒരു എനർജി ഡ്രോപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല. ആ ടോൺ പിന്നെ നേരെ താഴെയാണ് പാടിയതെങ്കിൽ പോലും അതിന് കൊടുക്കേണ്ട ഒരു ഗത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ആദ്യമായിട്ടാണ് ഈ ഹൈ പിച്ച് നേരെ താഴ്ന്ന് പാടുമ്പോൾ ഇത്രയും ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യണേ. അത് കലക്കി, അത് സ്മാർട്ട് ആയിട്ട് അത് ചെയ്തു. സോ പ്രൗഡ് ഓഫ് യു. സോ പ്രൗഡ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. അർച്ചന, ഈ ഒരു പെർഫോമൻസിന് അർച്ചനയ്ക്കും അർച്ചനയെ സപ്പോർട്ട് ചെയ്ത കോറസ് അർജുൻ ഉൾപ്പെടെ ഉള്ള ടോട്ടൽ മാർക്സ് 9.2. താങ്ക് യു ചേച്ചി. ശരത് സർ. 9.3. താങ്ക് യു സർ. MG സർ. എന്നെ അങ്ങ് എടുത്തു, മാർക്ക് എത്ര വേണമെങ്കിൽ എടുത്തു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 9.3. ഷാനിക്ക. എല്ലാരെക്കാളും കൂടുതൽ. ഓക്കെ, സോ ടോട്ടൽ 27.8. ഓക്കെ, അപ്പോ അർച്ചനയുടെ ആ ഒരു ബോംബ് ബ്ലാസ്റ്റിക് പെർഫോമൻസോടുകൂടി നമ്മുടെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. വെരി നൈസ് ന്യൂസ്. ലിറ്റിൽ കപ്പിൾസ്, താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറിൽ വന്നതിൽ. ആൻഡ് വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് ഫോർ ദി അവാർഡ്. അപ്പൊ ഇതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കുക ലൈഫ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. ബൈ. ഇന്നത്തെ മൊമെന്റ് ഓഫ് ദി ഡേ എന്താണെന്നറിയണ്ടേ? ലെറ്റ്സ് വാച്ച്. ഇളക്കി തലയിളക്കി മുടിയാട്ടി ഉയിരിന്നുയിരെ പാടു നമ്മളൊന്നല്ലേ. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയാറ നിറയട്ടെ തന്തിര തന്താര. കതിരെല്ലാം കെട്ടണ് കെട്ടണ് പതിരെല്ലാം പറ്റണ് പറ്റണ് നിറ പറയാറ നിറയട്ടെ തന്തിര தந்தார. ஹாய் அர்ச்சனா, நான் ரீட்டா பேசுறேன். ஆறான பாட்டு ரொம்ப அழகா பாடின. என் பாட்டை நீ பாடினதுல எனக்கு ரொம்ப சந்தோஷம். அண்ட் இந்த பாட்டை என்னை கேட்க வச்ச ஷரத் சாருக்கு ரொம்ப நன்றி. தேங்க்யூ ஃபார் சிங்கிங் மை சாங் அண்ட் யூ சாங் சோ வெல்.
all the best to you. Oh, thank you, ma'am. Ni pa ma ga sa sa